നമസ്കാരം എല്ലാവർക്കും. കുറച്ച് നാളുകളായി നമ്മൾ കുടിപ്പള്ളിക്കൂടങ്ങളും എഴുത്താശാന്മാരും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള അന്വേഷണ അറിവുകളാണ് തമ്മിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറയുകയുണ്ടായി, കുടിപ്പള്ളിക്കൂടങ്ങൾ പ്യാൽ എഡ്യൂക്കേഷൻ എന്നാണ് എച്ച് ഷാർപ്പ് എന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം. പ്യാൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വരാന്ത വിദ്യാഭ്യാസം എന്നാണ്. കുടിപ്പള്ളിക്കൂടങ്ങൾ മിക്കവാറും വീട്ടുവരാന്തയിൽ വെച്ചാണ് നടത്തിയിരുന്നത്. വരാന്തയിൽ ഇടമില്ലാതെ വരുമ്പോഴാണ് അവർ മുറ്റത്തേക്കും പറമ്പിൻ്റെ കന്നിമൂലയിലേക്കും വടക്ക് ഭാഗങ്ങളിലേക്കും സ്ഥലമന്വേഷിച്ചു പോയത്. കുടിപ്പള്ളിക്കൂടങ്ങളുടെ നിർമ്മാണം അവർ പ്രധാനമായും നടത്തിയത് വൈക്കോൽ കൊണ്ടോ അല്ലെങ്കിൽ ഓല കൊണ്ടോ ആയിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. ആദ്യകാലങ്ങളിലൊന്നും കുടിപ്പള്ളിക്കൂടങ്ങൾക്ക് വ്യക്തമായ ഒരു കെട്ടിടമോ അതേപോലെയുള്ള മനോഹരമായ ഒരു പശ്ചാത്തലമോ ഉണ്ടായിരുന്നിരിക്കുകയില്ല. അത് ഞാൻ പ്രത്യേകം പറയേണ്ടത് ഇല്ല. കാരണം 500-600 വർഷങ്ങൾക്ക് മുൻപ് അക്ഷരം എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത്, ഗണിതാറിവ് എന്നൊക്കെ പറയുന്നത് ഒരു അത്ഭുതമായിരുന്നുവല്ലോ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് വിദ്യ പാവപ്പെട്ടവർക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എഴുത്താശാന്മാർ പ്രവർത്തിച്ചത്. ഏറ്റവും താഴെക്കിടയിൽ ജീവിച്ചുപോയ മനുഷ്യ കുട്ടികൾക്ക് അക്ഷരമുണ്ടാവണം, അറിവുണ്ടാവണം, ഗണിതാറിവുണ്ടാവണം എന്ന ഉദ്ദേശമാണ് അവരുടെ മനസ്സിനകത്തുണ്ടായിരുന്നത്. 4 4 8 എന്ന് കണക്ക് കൂട്ടി പറയുവാൻ കഴിയാതിരുന്ന പാവപ്പെട്ട കുട്ടികളെ, ഈ പാവപ്പെട്ട കുട്ടികളെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും താഴേക്കടയിൽ ജീവിച്ച കുട്ടികളെ എന്നാണ്. അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള ഉച്ചനീചത്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ജാതീയമായ ഉച്ചനീചത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആരാണ് അക്ഷരം കൊടുക്കുവാൻ? ആരാണ് അവർക്ക് ഗണിതാറിവ് കൊടുക്കുവാൻ? ആരാണ് അവർക്ക് നൗകാശാസ്ത്രവും വാനശാസ്ത്രവും ഒക്കെ ബോധ്യപ്പെടുത്തുവാൻ? അവരും അവരുടെ പൂർവികന്മാരെ പോലെ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ പോലെ നിരക്ഷരരായി മരണപ്പെട്ടു പോകുമെന്നുള്ളതിന് സംശയമില്ല. ഈ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ. അതായത് പരദേശങ്ങളിൽ നിന്ന് വന്ന, അന്യദേശങ്ങളിൽ നിന്ന് വന്ന പ്രബുദ്ധരായ കുറേ അധ്യാപകന്മാർ ഇവിടെ ഈ പാവപ്പെട്ട കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുവാൻ ത്യാഗസുരഭിലമായൊരു ജീവിതം നയിച്ചത്. നോക്കൂ, ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. പി ഭാസ്കരനുണ്ണി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം രചനയേക്കാൾ 19-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലുണ്ടായിരുന്ന അവസ്ഥ, കേരളത്തിൻ്റെ അവസ്ഥ ക്രോഡീകരിച്ചുകൊണ്ട് എഴുതി വച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണത്. സാഹിത്യ അക്കാദമിയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ 19-ാം നൂറ്റാണ്ടിലെ കേരള ചരിത്രം എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിനകത്ത്
നമ്മുടെ ഭാസ്കരനുണ്ണി, അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന നിരവധിയായ ജാതികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതൊന്നും രണ്ടും ഒന്നുമല്ല, അനേകം ജാതികളാണ്. ഈ ജാതികളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കുമല്ലോ. ഞാൻ ഏറ്റവും ചുരുക്കി പറയുകയാണ്, ഈ അമീബ പൊട്ടിപ്പിളരുന്നത് പോലെ ഓരോരോ ചെറിയ കാര്യങ്ങൾ വച്ചുകൊണ്ട് പുതിയ ജാതികൾ ഉണ്ടായ ഒരു കാലമായിരുന്നു അത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രവൃത്തിക്കും ഓരോ ജാതി പേരാണ്. അങ്ങനെയാണ് ജാതികളുണ്ടായത് പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് ചെറിയ ജോലിയാണെങ്കിലും ആ ജോലി ചെയ്യുന്ന ആൾക്കാരെ ആ പ്രവൃത്തിയുടെ പേരിൽ അറിയപ്പെടുന്നു. ആ പേരാണ് പിന്നെ അയാൾക്ക്. അതാ ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയാത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മുടി വെട്ടുന്നവൻ ഒരു ജാതി, ഷെയ്വ് ചെയ്യുന്നവൻ വേറെ ഒരു ജാതി, അങ്ങനെ പോകുന്നു. ഏറ്റവും ചുരുക്കി പറയാമല്ലോ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ ജാതികൾ ഉണ്ടായ ഒരു കാലമാണ് 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഈ 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ അവസ്ഥ വിവരിക്കുന്ന ഭാസ്കരനുണ്ണിയുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിവുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ ആ ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് എഴുത്തച്ഛൻ എന്നും എഴുത്താശാൻ എന്നും മറ്റുമുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ജോലിയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ എഴുത്താശാന്മാരുടെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ചും അവരുടെ ജോലി കാര്യങ്ങളെക്കുറിച്ചും ദീർഘമായിട്ടൊന്നും പ്രതിപാദിച്ചു കാണുന്നില്ല എന്നുള്ളതാണ്. എന്താണ് കുടിപ്പള്ളിക്കൂടം എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞു പോകുന്നുവെന്നല്ലാതെ കുടിപ്പള്ളിക്കൂട നിർമ്മാണത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കുടിപ്പള്ളിക്കൂടങ്ങളിൽ എങ്ങനെയാണ് വിദ്യ അഭ്യസിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ചോ 500ഓളം വർഷങ്ങൾ നീണ്ടു നിന്ന ആ കേരള സമൂഹത്തെ ആകെ മാറ്റിമറിച്ച, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അക്ഷരബോധ്യമുണ്ടാക്കിയ ആ കാര്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹം വല്ലാതെയൊന്നും പറയുന്നില്ല. അത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുമ്പുണ്ടായിരുന്ന ചരിത്രകാരന്മാരും അക്കാര്യത്തെക്കുറിച്ച് വല്ലാതെയൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചരിത്രകാരന്മാരും അതേപോലെയുള്ള അന്വേഷകരും ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് 500ഓളം വർഷങ്ങൾ കേരളത്തിലെ നിരക്ഷരരായ മനുഷ്യരെ അക്ഷരം പഠിപ്പിച്ച ഈ എഴുത്താശാന്മാർ എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, അവർ അധ്യാപകന്മാരാണ്. അവർക്കൊന്നും വേണ്ടതുപോലെയുള്ള അല്ലെങ്കിൽ വല്ലാതെയൊന്നും പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല എന്ന് തെറ്റിദ്ധരിച്ചു പോയോ അവർ എന്ന് സംശയിക്കണം അത് കണ്ടു കഴിഞ്ഞാൽ. വാസ്തവത്തിൽ ഈ എഴുത്താശാന്മാരായുള്ള മനുഷ്യർ അവർ ചെയ്ത നന്മയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ നന്മ ചെയ്തിട്ടുള്ളവർ വളരെ അപൂർവമാണ്. എന്ന് ഞാൻ പറഞ്ഞത് നിരക്ഷരരായ പാവപ്പെട്ട ഏറ്റവും താഴെക്കടയിലുള്ള കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളത് അന്ന് വരെ നിലനിന്ന ഏറ്റവും വലിയ വിപ്ലവകരമായൊരു ചിന്തയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. എന്നാൽ കുറച്ച് അക്ഷരങ്ങളെ ഈ ചെക്കനെ പഠിപ്പിച്ചു കളയാം എന്ന് വിചാരിച്ചതല്ലത്. എന്നാൽ യാതൊരു തരത്തിലുള്ള ഗണിതവും അറിയാത്ത ഇവനെ 4 ഗണിതം പഠിപ്പിച്ചു കളയാം എന്നുള്ള വെറുതെ ഇരിക്കുമ്പോൾ തോന്നിയതല്ല. മറിച്ച് തെലുങ്കാനയിൽ നിന്നും കന്നഡയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ പല കാരണങ്ങളാൽ അവരവിടെ നിന്ന് അവരുടെ ഭരണാധികാരികളുമായി വിയോജിച്ച് കേരളത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ഒറ്റ താല്പര്യമായിരുന്നു. അവർ വന്നത് തന്നെ അതിൻ്റെ കാരണം കൊണ്ടാണ് എന്ന് ഞാൻ നേരത്തെ പ്രസ്താവിച്ചുള്ള കാര്യം ഓർക്കുമല്ലോ. അവർക്ക് ഈ ഭരണാധികാരികളുടെ വൃത്തികേടുകളെ
അല്ലെങ്കിൽ അലാവുദ്ദീൻ ഖിൽജിയെ പോലെയുള്ള ഈ പിന്നെ ആക്രമണകാരികളെ അവർക്ക് അവരോടൊന്നും യോജിക്കാൻ കഴിഞ്ഞില്ല. അവരവരോടൊക്കെ എതിരിട്ട്, അതാ അവരോടൊക്കെ എതിരിട്ടാണ് കേരളത്തിലെത്തിയത്. അങ്ങനെ കേരളത്തിലെത്തിയതിൻ്റെ കാരണം ഈ കേരളത്തിലുണ്ടായിരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അക്ഷരം പഠിപ്പിക്കുക, അറിവ് കൊടുക്കുക എന്ന ഒറ്റ ഉദ്ദേശം കൊണ്ടാണ്. കാരണം അവർ ബൗദ്ധന്മാരായിരുന്നു എന്ന കാര്യവും നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാനിവിടെ ഇത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തത് ഇങ്ങനെയൊക്കെ അധ്വാനിക്കുകയും ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം സമ്പന്നവുമാക്കിയ ഈ എഴുത്താശാന്മാരുടെ ജീവിതത്തെക്കുറിച്ചോ, ഈ എഴുത്താശാന്മാർ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചോ, നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചോ ഒന്നും നമ്മുടെ ചരിത്രകാരന്മാർ വേണ്ടതുപോലെ രേഖപ്പെടുത്തി കാണുന്നില്ല എന്നുള്ളതാണ്. സങ്കടകരമാണ് ഈ സംഗതി, സങ്കടകരമാണ്. കാരണം ഇത്ര വിപുലമായ തോതിൽ വിദ്യാഭ്യാസം, ഇത്ര വിപുലമായ തോതിൽ എന്ന് ഞാൻ പറയുന്നത് ഇത്ര കാലം പിടിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യർക്ക് അക്ഷരവും അറിവും കൊടുക്കുവാൻ വല്ലാതെ ബുദ്ധിമുട്ടിയ ത്യാഗസമ്പന്നരായ ആ പാവപ്പെട്ട അധ്യാപകന്മാരെ പറ്റി പറയേണ്ടതല്ലേ ആയിരുന്നത്? ചരിത്രത്തിൽ പറയേണ്ടതായിരുന്നു, പക്ഷെ പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള വഴി പിന്നെ എന്താണുള്ളത്? ഗ്രന്ഥങ്ങളോ ഇല്ല. ഇപ്പം കെ ബാലകൃഷ്ണക്കുറുപ്പ് അദ്ദേഹത്തിന് പറ്റാവുന്ന രീതിയിൽ വിശ്വാസങ്ങളുടെ കാണാപ്പുറങ്ങൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ റിസർച്ച് കപ്പാസിറ്റി വെച്ചുകൊണ്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണ താല്പര്യം വെച്ചുകൊണ്ട് കുടിപ്പള്ളിക്കൂടെ എഴുത്താശാന്മാരെ പറ്റിയും അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയും വല്ലാതെ ദീർഘമില്ലാതെ വിവരിച്ച് കാണുന്നുണ്ട്. അത് നല്ലൊരു വിവരണവുമാണ്. നമുക്ക് ധാരാളം അറിവ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ എഴുത്താശാൻ താമസിക്കൽ എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ചൊക്കെ അദ്ദേഹം നന്നായിട്ട് എഴുതി വച്ചിരിക്കുന്നു ഇതിനകത്ത്. കുടിപ്പള്ളിക്കൂടങ്ങൾ വഴി എഴുത്താശാന്മാർ ചെയ്ത സേവനങ്ങളെക്കുറിച്ചും അദ്ദേഹം നല്ലതുപോലെ പ്രശംസനീയമായ രീതിയിൽ എഴുതിയിട്ടുണ്ട്. തമ്പാൻ തമ്പുരാൻ എന്ന് പറയുന്ന ചരിത്രകാരൻ കോഴിക്കോട് സാമൂതിരിയും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ഈ എഴുത്താശാന്മാർ ഇവിടെ എത്തിയത് എന്നും അതിലെങ്ങനെയാണ് സാമൂതിരിയുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ സാമൂതിരിയുടെ പിന്നെ ഭാഗത്തു നിന്ന് വിദ്യ അഭ്യസിപ്പിക്കുവാൻ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കുവാനുള്ള അനുവാദം നേടിയത് എന്നും മറ്റുമുള്ള കാര്യങ്ങളും നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. പോരാതെ തന്നെ ഈ എഴുത്താശാൻ താമസിക്കലും കോഴിക്കോട് ഭാഗങ്ങളിൽ അക്കാലത്ത് ആദ്യം വന്ന എഴുത്താശാന്മാർ എങ്ങനെയാണ് ജീവിച്ചു പോയത് എന്നും മറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചും ചെറുതായിട്ടുള്ള സൂചനകളും നൽകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും 1420 മുതൽ അന്നാണ് എഴുത്താശാന്മാർ സാമൂതിരിയെ കണ്ട് എഴുത്ത് വിദ്യ പഠിപ്പിക്കുവാനുള്ള അനുവാദം വാങ്ങുന്നത്, മലനാട്ടിൽ എഴുത്ത് വിദ്യ പഠിപ്പിക്കുവാനുള്ള അനുവാദം വാങ്ങുന്നത് ഈ 1420 മുതൽ കുടിപ്പള്ളിക്കൂടങ്ങൾ വച്ച് കെട്ടി ആ കുടിപ്പള്ളിക്കൂടങ്ങൾ അബോളിഷ് ചെയ്യുന്നത് വരെ. അബോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നുമല്ല. 1818 റാണി ഗൗരി പാർവതിബായി പിന്നെ സർക്കാർ വക പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കാൻ 18 പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുവാൻ ഓർഡർ നൽകുന്നതാണ് ആദ്യമായിട്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തിരുവിതാംകൂർ സർക്കാർ നേരിട്ട് ഇടപെടുന്നത്. അതിനുശേഷവും കുറച്ചു കാലം കൂടെ ഈ കുടിപ്പള്ളിക്കൂടങ്ങൾ നിലനിന്നു. അപ്പോൾ കുടിപ്പള്ളിക്കൂടങ്ങൾ പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അത് അബോളിഷ് ചെയ്യാണ്, അല്ലെങ്കിൽ അത് നിർത്തലാക്കുകയാണ്. അബോളിഷ് ചെയ്യുക എന്ന ഇംഗ്ലീഷ് വാക്ക് അതിന് പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വേർഡിങ് ഇതാണ്:
കുടിപ്പള്ളിക്കൂടങ്ങൾ നിർത്തലാക്കുകയാണ്. അപ്പോൾ കുടിപ്പള്ളിക്കൂടങ്ങൾ നിർത്തലാക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുവരെ കുടിപ്പള്ളിക്കൂടങ്ങൾ നടത്തിയ സേവനങ്ങളെ നല്ലതുപോലെ പ്രശംസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ കുടിപ്പള്ളിക്കൂടങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ റാണി ഗൗരി പാർവതിബായി നടപ്പാക്കിയ ഈ വിദ്യാഭ്യാസ വിളംബര പ്രകാരം, പിന്നെ അതിനുശേഷം രാജവംശങ്ങളിൽ നിന്നുണ്ടായ വിദ്യാഭ്യാസ വിളംബര പ്രകാരമൊക്കെയും കുടിപ്പള്ളിക്കൂടങ്ങൾ നിർത്തലാക്കിയെങ്കിലും പൂർണ്ണമായിട്ടും ഇറാഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയാനും പറ്റില്ല. അതാണ് കാരണം. കുടിപ്പള്ളിക്കൂടങ്ങൾ സമൂഹത്തിന് നൽകിയ വലിയ സേവനം കണക്കാക്കിക്കൊണ്ട് ധാരാളം കുറച്ചൊക്കെ സ്കൂളുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എങ്കിലും ഒട്ടുമുക്കാൽ പ്രദേശങ്ങളിലും സർക്കാർ വക സ്കൂളുകൾ ഉണ്ടാക്കുക എളുപ്പമായിരുന്നില്ല കാലത്തൊന്നും. പിന്നെ നിരക്കെ പരക്കെ കേരള വ്യാപകമായി സ്കൂളുകൾ ഉണ്ടാകുന്നത് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ആ ഗ്യാപ്പുണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കുടിപ്പള്ളിക്കൂടങ്ങൾ LP സ്കൂളുകളായി പ്രവർത്തിക്കുവാൻ ഉള്ള അനുവാദം കൂടി സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. സർക്കാരുകളുടെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മലബാർ സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അപ്പം ചുരുക്കത്തിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടിപ്പള്ളിക്കൂടങ്ങൾ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല 500ഓളം വർഷങ്ങൾ, അതാണ് 500ഓളം വർഷങ്ങൾ കേരള ജനതയെ അമൃതത്ത് നൽകിയതുപോലെ അക്ഷരങ്ങൾ നൽകി സജീവമാക്കിയവരാണ്, ബുദ്ധിമാന്മാരാക്കിയതാണ്, സാമൂഹ്യ ബോധം ഉണ്ടാക്കിയവരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ വക വിവരങ്ങളെ ഒന്നും നമുക്ക് ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല, എത്ര വായിച്ചാലും. കാരണം വായിക്കാൻ അത്തരത്തിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ഈ കുടിപ്പള്ളിക്കൂടങ്ങളെക്കുറിച്ചും അവയുടെ യഥാർത്ഥമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു അന്വേഷകന് മനസ്സിലാവുക? എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെടുക്കുക? അതിനൊറ്റ വഴി മാത്രമേ ഉള്ളൂ. നല്ല ആയാൽ പോലും ശരിക്ക് കുടിപ്പള്ളിക്കൂടങ്ങളെക്കുറിച്ചും അവിടുത്തെ അധ്യാപകന്മാരുടെ മേന്മകളെക്കുറിച്ചും ആരൊക്കെയായിരുന്നു ഈ അധ്യാപകന്മാർ എന്നുള്ള കാര്യത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അറിവ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ കുടിപ്പള്ളിക്കൂടങ്ങൾ നിലനിന്ന ഗ്രാമങ്ങളുമായി നല്ലതുപോലെ ബന്ധപ്പെടണം എന്നുള്ളതാണ്. ഈ ഒറ്റ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും പാലക്കാട് ജില്ലയിലെ പല ഭാഗങ്ങളിലും തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും പിന്നെ ഈ കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസ അറിവ് ലഭിക്കുവാനായിട്ട് അന്വേഷണവുമായി കുറേ വർഷങ്ങൾ സഞ്ചരിച്ചത്. അത് ഞാൻ എൻ്റെ ആമുഖ പ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നോക്കൂ, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം കുടിപ്പള്ളിക്കൂടങ്ങൾ അക്കാലത്തുണ്ടായിരുന്നത്. കോഴിക്കോടാണ് ഇവർ സാമൂതിരിയുടെ ഭാഗത്തു നിന്ന് അനുവാദം ലഭിച്ച് പോന്നതെങ്കിലും കോഴിക്കോട് ജില്ലയിൽ വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് കുടിപ്പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നത്. കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും എഴുത്താശാൻ താമസിക്കൽ എന്ന് പറയുന്ന ആ സംഭവം അവർ നടത്തിയിട്ടുണ്ട്. കാരണം ശരി, നിങ്ങൾ വിദ്യ അഭ്യസിപ്പിച്ചു കൊള്ളുക എന്ന് സാമൂതിരിയുടെ ഭാഗത്തു നിന്ന് അനുവാദം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ എഴുത്താശാന്മാരെ സ്വീകരിച്ച് പല ജന്മിമാരുടെയും പല പ്രഭുക്കന്മാരുടെയും പല ധനാഢ്യന്മാരുടെയും ബംഗ്ലാവുകളിൽ ട്യൂഷൻ മാസ്റ്റർ എന്നുള്ള പദവി കൊടുത്ത് താമസിപ്പിച്ച് അവരുടെ സേവനം, അവരുടെ അറിവ് തങ്ങളുടെ കുട്ടികൾക്കായി വിനിയോഗിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ചു കാലത്തെ ആ ഏർപ്പാടുകൾ അതിൽ നിന്ന്
എഴുത്താശാന്മാർ നല്ല ഒരു പാഠം പഠിച്ചു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു കഴിഞ്ഞതാണ്. തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന്, എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന് നമുക്കറിയാമല്ലോ. പാവപ്പെട്ട നിരക്ഷരരായ കുട്ടികളെ സാർവത്രികമായി വിദ്യ അഭ്യസിപ്പിക്കുക, അല്ലാതെ പ്രഭുക്കന്മാരുടെയും ജന്മിമാരുടെയും ധനാഢ്യന്മാരുടെയും വീടുകളിൽ സർവൻറ്റ് പണിയെടുത്ത് അല്ലെങ്കിൽ അവരുടെ സൗകര്യം കാത്തു നിന്ന് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. എന്നാൽ തങ്ങൾ എത്തിപ്പെട്ടത് അത്തരത്തിലുള്ള ഒരു അപകട മേഖലയിലാണ് എന്ന് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് താമസം വന്നു എന്ന് മാത്രം. അവരുടെ സാമ്പത്തിക ദുരവസ്ഥ കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്രാപിച്ച അവർ കുടിപ്പള്ളിക്കൂടങ്ങൾ വച്ച് കെട്ടിയാണ് പിന്നെ അവരുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അപ്പം കുടിപ്പള്ളിക്കൂടങ്ങൾ വച്ച് കെട്ടി അവരുടെ യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോഴാണ് ഈ എഴുത്താശന്മാരുടെയൊക്കെ ശരിയായ വ്യക്തിത്വം ജ്വലിക്കുവാൻ തുടങ്ങുന്നത്. ഇതൊന്നും നമ്മുടെ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഇതൊന്നും നമ്മുടെ ചരിത്രകാരന്മാർക്ക് വിഷയമേ അല്ല. അതാണ് ഏതെങ്കിലും ഒരു ജന്മിയുടെയോ പ്രഭുവിൻ്റെയോ ധനാഢ്യൻ്റെയോ വീട്ടിൽ സംഭവിക്കുന്ന ഏറ്റവും ചെറിയ ഒരു കാര്യത്തെ പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെങ്ങിൽ കയറി ഒരു പാവപ്പെട്ട മനുഷ്യൻ അവൻ്റെ കഷ്ടകാലത്തിന്, അവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പരമകോടിയിൽ ഒരു ഇളനീരിട്ട് കഴിക്കാൻ ഒരു ഇളനീര് ഇട്ട് കൊണ്ടുപോകുന്നത് മോഷണമായി, വലിയ മോഷണമായി ചിത്രീകരിച്ച് അവനെ തെങ്ങിൽ കെട്ടി അടിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ചരിത്രകാരന്മാർ വിടാതെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചരിത്രകാരന്മാർക്ക് 500 വർഷം കേരളത്തിലെ മനുഷ്യരെ, പാവപ്പെട്ട മനുഷ്യരെ, സാധാരണ മനുഷ്യരെ അക്ഷരം പഠിപ്പിക്കുകയും അവരെ നിരക്ഷരതയിൽ നിന്ന് കരകയറ്റിയതും ഇവർക്കൊരു വിഷയമല്ലാതെയാണ് നിൽക്കുന്നത്. ആരോടാണ് നമ്മൾ ഈ സങ്കടം പറയുക? ആരോടാണ്? നമ്മുടെ ചരിത്രകാരന്മാർ എന്താണ് അങ്ങനെ ചെയ്തു വെച്ചത്? അതിനുത്തരം കണ്ടെത്തുക പുതിയ അന്വേഷകർക്ക് അതൊരു അന്വേഷണമായി മാറട്ടെ എന്ന് പറയുവാൻ എനിക്ക് കഴിയുന്നുള്ളൂ ഇപ്പോഴും. എന്താണെങ്കിലും മലപ്പുറം ജില്ലയിലെ ചില മനുഷ്യരുമായി എനിക്ക് നല്ലതുപോലെ ഇടപഴകുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കോഴിക്കോട് കോഴിക്കോടിൻ്റെ ഇങ്ങോട്ട് പോരുമ്പോൾ, അതായത് നമ്മുടെ മലപ്പുറത്തേക്ക് കടക്കുന്നതിന് മുമ്പുള്ള അടുത്ത പ്രദേശമായ ഫറൂഖ്, രാമനാട്ടുകര, അതുപോലെയുള്ള പ്രദേശങ്ങൾ, ചെറുവണ്ണൂര് തുടങ്ങിയതായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ കുടിപ്പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. കൂടാതെ മലപ്പുറം ജില്ലയിലും നല്ലതുപോലെ കുടിപ്പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു. നോക്കൂ, മലപ്പുറം ജില്ലയിലെ രാമനാട്ടുകര മലപ്പുറം ജില്ലയിലാണ് എങ്കിൽ തന്നെയും കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും അടുത്ത സമീപമായ പ്രദേശമാണ്. ചെറുവണ്ണൂരും ഫറൂഖും ഒക്കെ തൊട്ടടുത്ത പ്രദേശങ്ങളാണ്. ആ രാമനാട്ടുകരയിലെ പെരുന്തൊടിപ്പാലത്ത് പാലക്കൽ ശങ്കുണ്ണി നമ്പീശൻ എന്ന് പറയുന്ന 94 വയസ്സ് പ്രായമായ ഒരു വയോവൃദ്ധനായ അധ്യാപകനെ എനിക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അന്വേഷണ സഞ്ചാരത്തിൽ. അപ്പം അദ്ദേഹത്തിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലെ ഒരു അധ്യാപകനാണ്. ഞാൻ ചെല്ലുന്ന സമയത്ത്
ശങ്കുണ്ണി നമ്പീശൻ സന്ധ്യാവന്ദനത്തിനുള്ള പ്രാഥമികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള താല്പര്യത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സന്ധ്യാവന്ദനം കുറച്ച് വേഗം തന്നെ ആക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകനും എൻ്റെ കൂടെ അച്ഛനെ പരിചയപ്പെടുത്തി തരുന്നതിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മകൻ അയാളുടെ കാര്യത്തിങ്ങൾക്കായി അകത്തേക്ക് പോവുകയും ചെയ്തു. ശങ്കുണ്ണി നമ്പീശൻ എന്ന് പറയുന്ന അധ്യാപകൻ 94 വയസ്സായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് പൂർവ്വകാലങ്ങളെക്കുറിച്ചും ഭൂതകാലങ്ങളെക്കുറിച്ചും ഒന്നും യാതൊരു തരത്തിലുള്ള മറവിയുമില്ലാതെ വളരെ വ്യക്തമായി സൂക്ഷ്മമായി കാര്യങ്ങൾ പറയുവാൻ ശേഷി കാണിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം രാമനാട്ടുകര അയ്യപ്പൻ മെമ്മോറിയൽ LP സ്കൂളിലായിരുന്നു അധ്യാപക ജോലി കൊണ്ടു നടന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്നു അയ്യപ്പൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഈ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ പേരിൽ അറിയപ്പെടുന്ന അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ആ സ്കൂളിന് അയ്യപ്പൻ മെമ്മോറിയൽ സ്കൂൾ എന്ന് പേരിട്ടുള്ളത്. അപ്പം അയ്യപ്പൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന അധ്യാപകനും ഈ പെരുന്തൊടിപ്പാലത്ത് പാലയ്ക്കൽ ശങ്കുണ്ണി നമ്പീശൻ എന്ന് പറയുന്ന വയോവൃദ്ധനായ അധ്യാപകനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസത്തെപ്പറ്റി നല്ല ധാരണകളുണ്ടായിരുന്നു. അതാണ്. അപ്പോൾ ഈ ശങ്കുണ്ണി നമ്പീശൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കൂ, ഈ LP സ്കൂൾ, രാമനാട്ടുകരയിലെ ഈ LP സ്കൂൾ ആദ്യകാലത്ത് കുടിപ്പള്ളിക്കൂടമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എന്ന്. ആദ്യം അത് കുടിപ്പള്ളിക്കൂടമായിരുന്നു. അത് അനേക വർഷങ്ങൾക്ക് മുൻപാണ്. ആ കുടിപ്പള്ളിക്കൂടം പിന്നെ LP സ്കൂൾ ആവുകയാണ് ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റാണി ഗൗരി പാർവതിബായിയുടെ ഓർഡർ പ്രകാരം നിരവധിയായിട്ടുള്ള LP സ്കൂളുകൾ, അന്നത്തെ കുടിപ്പള്ളിക്കൂടങ്ങൾ LP സ്കൂളുകളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കുടിപ്പള്ളിക്കൂടങ്ങളാണോ ഭൗതികമായും അതുപോലെ തന്നെ വിദ്യാസമ്പന്നതയിൽ മികച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അധ്യാപകന്മാർ ഉണ്ടായിരുന്നത്, ആ കുടിപ്പള്ളിക്കൂടങ്ങളെ LP സ്കൂളായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ്. അവിടുത്തെ അധ്യാപകന്മാർക്ക് സർക്കാർ വക ശമ്പളവും ആകുന്നു എന്നാണ്. അപ്പോൾ മലബാർ പ്രദേശത്തെ അനവധിയായിട്ടുള്ള കുടിപ്പള്ളിക്കൂടങ്ങൾ LP സ്കൂളുകളായി മാറുകയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നൊരു കാര്യമുണ്ടല്ലോ. മലബാർ പ്രദേശത്ത് ഉണ്ടായിരുന്ന കുടിപ്പള്ളിക്കൂടങ്ങൾ സാമാന്യ നല്ല നിലവാരമുള്ളവയായിരുന്നു എന്നുള്ളത് തന്നെ. അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകന്മാർക്കും സാമാന്യ നല്ല നിലവാരമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ. അങ്ങനെ വരുമ്പോൾ ഈ രാമനാട്ടുകരയിൽ മാത്രമല്ല, ചെറുവണ്ണൂരിലെയും അതുപോലെ തന്നെ ഫറൂഖിലെയും കുടിപ്പള്ളിക്കൂടങ്ങൾ LP സ്കൂളുകളായിട്ട് വളർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യവും അധികം പറയുകയുണ്ടായി. ചെറുവണ്ണൂരിലെയും ഫറൂഖിലെയുമൊക്കെ സ്കൂളുകളെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ശങ്കുണ്ണി നമ്പീശൻ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ വളരെ അപൂർവമായ ഒരു അറിവ് കൂടി എനിക്ക് അവിടെ നിന്ന് കിട്ടുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഈ കുടിപ്പള്ളിക്കൂടം അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപാണല്ലോ ഉണ്ടായിട്ടുണ്ടാവുക. അന്ന് രാമനാട്ടുകരയിലും ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ തോതിലാണ് സ്കൂളുകൾ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് മദ്രസകളും ഉണ്ടായിരുന്നത്. ഈ കുടിപ്പള്ളിക്കൂടവും മദ്രസകളും തമ്മിൽ നല്ല കോപ്പറേഷനായിരുന്നു. ഏതെങ്കിലും മദ്രസ കാലവർഷക്കെടുതിയിൽ കെട്ടിമേയുവാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ അല്ലെങ്കിൽ താമസം വന്നപ്പോൾ അത്രയും കാലം
മദ്രസയിലെ കുട്ടികളെ ഈ കുടിപ്പള്ളിക്കൂടങ്ങളിൽ വച്ചാണ് പഠിപ്പിച്ചത് എന്നാണ്. ഇത് കുടിപ്പള്ളിക്കൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമുള്ള ഒരു എന്താ പറയേണ്ടത് ക്വാളിഫിക്കേഷൻ അല്ല. കുടിപ്പള്ളിക്കൂടങ്ങൾക്കും ഇതുപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ കെട്ടിമേയലുകളോ അതേപോലെയുള്ള ഭൗതിക സാഹചര്യങ്ങൾ നിലനിർത്തുവാനുള്ള ബുദ്ധിമുട്ടുകളോ വന്നപ്പോഴൊക്കെയും തൊട്ടടുത്തുള്ള മദ്രസകൾ രാമനാട്ടുകരയിലെയോ ഫറൂഖിലെയോ അല്ലെങ്കിൽ ചെറുവണ്ണൂരിലെയോ മദ്രസകൾ കുടിപ്പള്ളിക്കൂടങ്ങളായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. സാധാരണ ഈ കുടിപ്പള്ളിക്കൂടങ്ങളും അതുപോലെ തന്നെ മദ്രസകളുമൊക്കെ അക്കാലത്ത് വൈക്കോൽ മേഞ്ഞ കെട്ടിടങ്ങളായിരുന്നിരിക്കും, അല്ലെങ്കിൽ ഓലമേഞ്ഞവയാണ്. അപ്പോൾ ഓരോ വർഷവും ഇത് പുതുക്കി പണിയേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയാതെ തന്നെ മനസ്സിലാകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകളും, ഈ രണ്ടും വിദ്യാസ്ഥാപനങ്ങളാണല്ലോ, ഇവ പരസ്പരം സഹകരിച്ചു ബഹുമാനപൂർവം പ്രവർത്തിച്ചു എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൻ്റെ ഭൂതകാലത്തെ നമുക്ക് നല്ലതുപോലെ തുറന്നു കാണിച്ചു തരികയാണ്. മതമൈത്രി എന്നോ സാർവത്രികമായ സഹോദര്യമെന്നോ ഒക്കെ ഇതേക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും വിവരിക്കാം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കുടിപ്പള്ളിക്കൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം സാർവത്രികമായ സഹോദര്യമാണ് അവരുടെ പ്രധാന ലക്ഷ്യം തന്നെ. അവർ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല വിദ്യ അഭ്യസിപ്പിച്ചത് കുട്ടികൾക്ക്. പ്രധാനമായും ആദ്യകാലങ്ങളിൽ വിദ്യ അഭ്യസിപ്പിച്ചവരൊക്കെ ബൗദ്ധന്മാരായിരുന്നു എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ബൗദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ജാതിയോ മതമോ ഒന്നും അവർക്കൊരു ഒരു വിഷയമേ ആയിരുന്നില്ല. അപ്പം ഇമാതിരി സാഹചര്യങ്ങളിൽ നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ പൂർവികന്മാർ 500-600 വർഷങ്ങൾക്ക് മുൻപ് ഏതൊക്കെ രീതിയിലാണ് മതമൈത്രി കാത്തു സൂക്ഷിച്ചത്, സാർവത്രികമായ സാഹോദര്യത്തിന് ഒരു തെറ്റും പൊട്ടാതെ, അതാണ് ഒരു കുറ്റവും വരുത്താതെ, ഒരു കുറവും വരുത്താതെ അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യം ഈ കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം മനസ്സിലാകുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നു എന്നുള്ളതാണ്. ഞാൻ ശങ്കുടി നമ്പീശനോട് യാത്ര പറഞ്ഞു പോരുമ്പോൾ അദ്ദേഹം തൻ്റെ സതീർത്ഥ്യനെന്ന് പറയാവുന്ന രീതിയിലുള്ള ഈ അയ്യപ്പൻ എഴുത്തച്ഛനെ കുറിച്ചും വളരെ നല്ല വാക്കുകളാണ് പറഞ്ഞത്. ആ ഓർമ്മ തന്നെ അദ്ദേഹത്തിന് വളരെ സന്തോഷവും സമാധാനവും സൗഖ്യവും ഉണ്ടാക്കുന്നത് പോലെ തോന്നി. ഇത്തരത്തിലുള്ള അധ്യാപകന്മാർ, ഇത്തരത്തിലുള്ള അധ്യാപന രീതികൾ ഇതൊക്കെ ഈ മലനാട്ടിൽ തന്നെ ഒരു കാലത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ സന്തോഷങ്ങൾക്കും അഭിമാനത്തിനും വക നൽകുന്നുണ്ട് എന്നുള്ളതിന് എനിക്ക് സംശയമില്ല. രാമനാട്ടുകരയിലെയോ ഫറൂഖിലെയോ അതുപോലെ തന്നെ ചെറുവണ്ണൂരിലെയോ ഒക്കെ ഇതേപോലെയുള്ള മറ്റ് കുടിപ്പള്ളിക്കൂടങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത പ്രഭാഷണങ്ങളിലാവാം. തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.